ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് എന്തിനാണ് ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതെന്നതിന്റെ മനഃശാസ്ത്രമാണ്. നമ്മളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും അല്ലേ? ഒരു ചെറിയ കാര്യത്തിന് ഒരാള് പെട്ടെന്ന് നിയന്ത്രണം വിട്ട് പൊട്ടിത്തെറിക്കുന്നത്. ഇതൊരു മോശം സ്വഭാവം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. ഇതിന്റെയൊക്കെ യഥാർത്ഥ കാരണങ്ങൾ ചിലപ്പോൾ വളരെ ആഴത്തിലുള്ളതായിരിക്കും. ഇതിന്റെയെല്ലാം തുടക്കം നമ്മുടെ കുട്ടിക്കാലത്തു നിന്നാവാം. നമ്മുടെ തലച്ചോറിനെ വയർ ചെയ്യുന്നത് തന്നെ ആ സമയത്തെ അനുഭവങ്ങളാണ്. ഇത്തരം സംഭവങ്ങളെയാണ് നമ്മൾ അഡ്വേഴ്സ് ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് അല്ലെങ്കിൽ ഏസസ് എന്ന് വിളിക്കുന്നത്. ഇവ നമ്മുടെ വളർച്ചയെ ഒരുപാട് ബാധിക്കും. ഇവിടെ നമ്മളൊരു കാര്യം ഓർക്കണം. വലിയ ദുരന്തങ്ങൾ മാത്രമല്ല, തുടർച്ചയായി കിട്ടുന്ന ചെറിയ വൈകാരിക മുറിവുകൾ പോലും വലിയ ആഘാതമുണ്ടാക്കാം. അതായത് ട്രോമ നമ്മുടെ ബ്രെയിനിലെ അലാം സിസ്റ്റമായ അമിഗ്ഡാലയെ ഓവർ ആക്റ്റീവാക്കും. അതേസമയം കൺട്രോൾ സെന്ററിനെ ദുർബലമാക്കുകയും ചെയ്യും. ഇതിന്റെ ഫലമെന്താണെന്നോ? തലച്ചോറ് എപ്പോഴും ഒരുതരം ഹൈ അലേർട്ടിലായിരിക്കും. ഈ അവസ്ഥയെയാണ് ഹൈപ്പർ വിജിലൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് മുതിർന്നു കഴിയുമ്പോൾ ചെറിയ കാര്യങ്ങൾ പോലും തലച്ചോറിന് വലിയ ഭീഷണിയായി തോന്നും. സ്വാഭാവികമായും അത് പൊട്ടിത്തെറികളിലേക്ക് നയിക്കും. അപ്പോ ഈ ബ്രെയിൻ വയറിങ്ങിന് പുറമേ നമ്മുടെ ദേഷ്യം കൂട്ടുന്ന ചില ചിന്താരീതികൾ കൂടിയുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലൊന്നാണ് ഹോസ്റ്റൈൽ ആട്രിബ്യൂഷൻ ബയസ് അല്ലെങ്കിൽ HAB. ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ചിന്തയിലെ ഒരു പിഴവാണ്. ഈയൊരു ബയസ് കാരണം നമ്മൾ മറ്റുള്ളവരുടെ പ്രവൃത്തികളെ എപ്പോഴും തെറ്റായി വ്യാഖ്യാനിക്കും. അവർക്ക് ദുരുദ്ദേശമുണ്ടെന്ന് കരുതി ദേഷ്യപ്പെടും. ഇനി അടുത്തത് ലോ ഫ്രസ്ട്രേഷൻ ടോളറൻസ്. ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളൊന്നും സഹിക്കാൻ പറ്റില്ല എന്നൊരു തോന്നലാണിത്. ഇങ്ങനെയുള്ളവർ സ്വാഭാവികമായും ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ നോക്കും. പക്ഷേ ഇത് പലപ്പോഴും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദവും കൂട്ടുകയുള്ളൂ. അപ്പോ ഈ പെട്ടെന്നുള്ള ദേഷ്യം എപ്പോഴാണ് ഒരു രോഗാവസ്ഥയായി മാറുന്നത്? അതിനൊരു ക്ലിനിക്കൽ ഡയഗ്നോസിസ് തന്നെയുണ്ട്. ഇതിനെയാണ് ഇന്റർമിറ്റന്റ് എക്സ്പ്ലോസീവ് ഡിസോർഡർ അല്ലെങ്കിൽ IED എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഒരു ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറാണ്. നമ്മൾ വിചാരിക്കുന്നതിലും സാധാരണമാണ് ഈ അവസ്ഥ. ഏകദേശം 1.6 കോടി അമേരിക്കക്കാർക്ക് IED ഉണ്ടാകാമെന്നാണ് കണക്ക്. ഇത് കണ്ടെത്താനുള്ള മാനദണ്ഡങ്ങളിൽ സ്ഥിരമായ വാക്കാലുള്ള വഴക്കുകളോ അല്ലെങ്കിൽ വലിയ നാശനഷ്ടമുണ്ടാക്കുന്ന പൊട്ടിത്തെറികളോ ഉൾപ്പെടും. അപ്പോ ഇതിന്റെ എല്ലാം യഥാർത്ഥ കാരണം മനസ്സിലാക്കുക എന്നതാണ് രോഗശാന്തിയിലേക്കുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. ട്രോമ ഫോക്കസ്ഡ് തെറാപ്പികൾക്ക് ഈ പ്രശ്നങ്ങളെ അവയുടെ ഉറവിടത്തിൽ തന്നെ ചെന്ന് ടാർഗറ്റ് ചെയ്യാൻ സാധിക്കും. അതിന് പല ഓപ്ഷൻസ് ഉണ്ട്. തെറാപ്പിക്ക് പുറമെ സ്വയം നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ചില പ്രായോഗിക ടൂൾസ് കൂടിയുണ്ട്. ഇതൊക്കെ നമുക്ക് തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോ അവസാനം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതാണ്: ദേഷ്യം പലപ്പോഴും ഒരു മുഖമൂടിയാണ്, ഉള്ളിലെ വേദനയോ ഭയമോ മറയ്ക്കാനുള്ള ഒരു കവചം. ഇത് നമ്മളെ ഒരു ചോദ്യത്തിൽ കൊണ്ടെത്തിക്കുന്നു. ദേഷ്യം ഒരു പ്രതിരോധ കവചമാണെങ്കിൽ അത് യഥാർത്ഥത്തിൽ എന്തിനെയാണ് സംരക്ഷിക്കുന്നത്?